സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് സാമുദായിക സൗഹാർദ്ദം ഏറ്റവും ആവശ്യമാണെന്നും ഒരു ജീവിയും ബ്രിട്ടീഷുകാരുടെ അടിമയായി ഈ രാജ്യത്ത് ജീവിക്കരുതെന്നും പ്രസംഗങ്ങളിലൂടെ നിരന്തരം ആഹ്വാനം ചെയ്ത ധീരവനിതയാണ് അബാദി ബാനു ബീഗം. രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന്റെ അണിയറയിൽ പ്രധാന കർമ്മങ്ങൾ വഹിച്ച പോരാളികളുടെ മാതാവ് എന്നതിനപ്പുറം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മഹിളാ ശൃംഖലയിലെ പ്രധാന കണ്ണിയായിരുന്നു ബി ഉമ്മ. ജാതിഭേദമന്യേ രാജ്യം അവരെ ബി ഉമ്മ അഥവാ മഹതിയായ ഉമ്മ എന്ന് വിളിച്ചിരുന്നു. ഹിന്ദുവും മുസ്ലിമും രണ്ട് കണ്ണുകളാണെന്നും രണ്ടും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ സമൂഹത്തിന്റെ മുഴുവൻ സ്വാഭാവിക പ്രക്രിയകളും കാണാൻ സാധിക്കുന്നതെന്നും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതെന്നും വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ മഹദിയുടെ പ്രത്യേകത. 1850 ഉത്തർപ്രദേശിലെ മുറാദാബാദ് ജില്ലയിലെ അരോംഹ ഗ്രാമത്തിലെ ഒരു മുഗൾ കുടുംബത്തിലാണ് സാഹിബ അബാദി ബാനു ബീഗം ജനിക്കുന്നത്. അന്നത്തെ രാംപൂർ സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനായ അബ്ദുൽ അലി ഖാനെ അവർ വിവാഹം കഴിച്ചു. അവർക്കുണ്ടായ 6 മക്കളിൽ ഏറ്റവും പ്രധാനികളാണ് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലി ജോഹറും. നന്നേ ചെറുപ്പത്തിൽ തന്നെ പിതാവ് അലി ഖാൻ കോളറ ബാധിച്ചു മരിച്ചു. പിന്നീട് അബാദി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. വലിയ കാന്തർദർശിനിയായ ആ മാതാവ് മക്കൾക്ക് ലാളിത്യം പകർന്നു നൽകി ദീനിന്റെ വെളിച്ചത്തിൽ വഴി നടത്തി. ആ യുവവിധവ തന്റെ മക്കൾക്ക് ലളിതമായ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും നൽകി. പ്രവാചക വചനങ്ങൾ പകർന്നുകൊടുത്ത് വിദ്യാലയത്തിൽ അയച്ച് വളർത്തിയതെങ്ങനെയെന്ന് ഗാന്ധിജിയുടെ പേരമകൻ രാജ്മോഹൻ ഗാന്ധി അദ്ദേഹത്തിന്റെ 8 ലൈവ്സ് എന്ന പുസ്തകത്തിൽ എ സ്റ്റഡി ഓഫ് ദ ഹിന്ദു മുസ്ലിം എൻകൗണ്ടർ എന്ന അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാരെ നേരിടാൻ മക്കളെ ഇംഗ്ലീഷ് തന്നെ പഠിപ്പിക്കണമെന്ന നിർബന്ധം നിരക്ഷരയായ അബാദിക്കുണ്ടായിരുന്നു. മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയക്കാനിരുന്നപ്പോൾ അവരുടെ അമ്മാവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച് മക്കളെ അവിശ്വാസികളാക്കാൻ താൻ കൂട്ടുനിൽക്കില്ല എന്ന കാരണം പറഞ്ഞ് പഠനത്തിനുള്ള പണം മുടക്കിയ വേളയിൽ തന്റെ ആഭരണങ്ങൾ പണയപ്പെടുത്തിയാണ് അബാദി തന്റെ മക്കളെ പഠിപ്പിച്ചത്. 1857 ഇന്ത്യയിലെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ ശക്തിയാർജിച്ച സമയത്ത് അബാദിക്ക് വെറും 7 വയസ്സായിരുന്നു. കലുഷിതമായ ആ സാഹചര്യം വ്രണപ്പെടുത്തിയ പിഞ്ചു ഹൃദയത്തിന്റെ ജീവിതാഭിലാഷമായിരുന്നു രാഷ്ട്ര സ്വാതന്ത്ര്യവും അതിനാലുള്ള പോരാട്ടങ്ങളും. ആനി ബസന്തിന്റെ ഹോം റൂൾ മൂവ്മെന്റിലൂടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അബാദി ആദ്യമായി ഇടപെട്ടു തുടങ്ങിയത്. അലി സഹോദരങ്ങളും ആനി ബസന്റും മറ്റു നിരവധി നേതാക്കളും തുറങ്കിലടക്കപ്പെട്ട കാലം. അവർക്ക് വേണ്ടി അബാദി വിവിധ സ്വാതന്ത്ര്യ സമര സമ്മേളനങ്ങളിൽ ഹൃദയസ്പർശിയായ പ്രസംഗങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. അത്തരത്തിലൊരു രാഷ്ട്രീയ സമൂഹത്തെ പർദ്ദയും ബുർഖയും ധരിച്ച് അഭിസംബോധന ചെയ്ത ആദ്യ വനിതയായിരുന്നു അബാദി ബാനു ബീഗം. 1917 അബാദി ഗാന്ധിയുമായുള്ള സഹവാസം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മഹാത്മാജി അവരെ അമ്മി ജാൻ എന്നാണ് വിളിച്ചിരുന്നത്. അക്കാലത്ത് ഏറെ പ്രചാരം ലഭിച്ച ഗാന്ധി തൊപ്പി രൂപകൽപ്പന ചെയ്തത് ഇവരാണ്. 1917 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെയും പ്രധാന ഭാഗമായി ഇതര മതസ്ഥർ തമ്മിലുള്ള ഐക്യത്തിലൂടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരിക്കാനാവുമെന്ന് ഊന്നിപ്പറഞ്ഞ് പ്രസംഗങ്ങൾ നടത്തിയ അബാദി ഹിന്ദു മുസ്ലിം മൈത്രിയുടെ അംബാസിഡറായി പ്രവർത്തിച്ചു. രാജ്യത്തെ പട്ടിയും പൂച്ചയും പോലെ ബ്രിട്ടീഷുകാരുടെ അടിമകളാകരുതെന്ന് തന്റെ ജീവിതാഭിലാഷമാണെന്ന് വിവിധ വേദികളിൽ പ്രസംഗിച്ചു. നിരവധി വനിതാ സംഘടനകളുടെയും നേതൃസ്ഥാനം അബാദി വഹിച്ചിട്ടുണ്ട്. ഹസ്രത്ത് മൊഹാദേവി ചൗധുറാണി, ബസന്തി ദേവി, സരോജിനി നായിഡു എന്നിവരായിരുന്നു അബാദിയുടെ സഹപ്രവർത്തകർ. മൗലാന മുഹമ്മദ് അലി ജോഹർ തുറങ്കിലടക്കപ്പെട്ട വേളയിലാണ് തന്റെ മക്കൾക്ക് ഗുരുതര രോഗം ബാധിച്ച വിവരം അറിയുന്നത്. തദവസരത്തിലാണ് സർക്കാരിനെതിരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാമെന്ന ഉപാധിയോടെ മാപ്പ് ചോദിച്ചാൽ മുഹമ്മദ് അലിക്ക് ജയിൽ മോചനം നൽകാമെന്ന് ബ്രിട്ടീഷ് സർക്കാർ വാഗ്ദാനം ചെയ്തു. പ്രസ്തുത പ്രസ്താവന അറിഞ്ഞ അബാദി ബാനു ബീഗം പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരിക്കുന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ ആവശ്യമനുസരിക്കാൻ തന്റെ മക്കൾ തയ്യാറായാൽ അവരുടെ കഴുത്ത് ഞെരിക്കാൻ എന്റെ വൃദ്ധകരങ്ങൾക്ക് അള്ളാഹു ശക്തി പകരട്ടെ. ഒരിക്കൽ അബാദി അന്നത്തെ CID ഡയറക്ടർ ചാൾസിന്റെ മുഖത്ത് നോക്കി വെള്ളക്കാരെ കരിക്കൊള്ളക്കാർ എന്ന് വിശേഷിപ്പിച്ച് സധൈര്യം സംസാരിച്ചു. രഖഹാരി ചാക്കർജിയുടെ ഗാന്ധി ആൻഡ് അലി ബ്രദേഴ്സ് ബയോഗ്രഫി ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന പുസ്തകത്തിൽ ബി അമ്മാനെ കുറിച്ച് മൗലാന മുഹമ്മദ് അലി സ്മരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രായോഗികമായി അവർ ഒരു നിരക്ഷരരാണെങ്കിൽ കൂടി അവരെക്കാൾ വിവേകിയായ വിശ്വാസിയായ മറ്റൊരു വ്യക്തിയെ വിവിധ മേഖലകളിൽ പലതരം ആളുകളെയും പരിചയിച്ചറിഞ്ഞ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. മക്കളെ കൊണ്ട് അഭിമാനിയായ ധീര മഹിളാ രത്നം 1924 നവംബർ 13 ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്റെ മകൻ മുഹമ്മദ് അലി സ്ഥാപകരിൽ ഒരാളായ ജാമിയ മില്ലിയ ഇസ്ലാമിയുടെ ഗേൾസ് ഹോസ്റ്റൽ കെട്ടിടം അബാദിയുടെ സ്മരണയിലാണ് നിലകൊള്ളുന്നത്.